ഹായ് ഹലോ നമസ്കാരം. പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. താങ്കൾക്ക് ഈ പോയ വർഷം താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തതിലുള്ള ഒരു നിരാശയും ചില അവസരങ്ങൾ താങ്കൾ നഷ്ടപ്പെടുത്തിയതിലുള്ള ഒരു പശ്ചാത്താപവും കലർന്ന ഒരു അവസ്ഥയിലാണ് താങ്കൾ ഇപ്പോഴുള്ളത്. ഈ ഒരു വർഷം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് താങ്കൾക്ക് ചില കാര്യങ്ങളിൽ ഉചിതമായൊരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചില്ല എന്നതാണ്. ചില യാഥാർത്ഥ്യങ്ങൾ താങ്കൾ അറിഞ്ഞിട്ടും അത് അവോയ്ഡ് ചെയ്ത് ഒരു സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ് താങ്കൾ ഉണ്ടായിരുന്നത്. താങ്കൾ വൈകാരികമായി ബ്ലോക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിരുന്നില്ല. അങ്ങനെ ആകെ ഒരു നിശ്ചലാവസ്ഥയിലാണ് ഈ ഒരു പോയ വർഷം കടന്നുപോയത്. ഈ ഒരു നിരാശയിൽ നിന്നും ഒരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കളുമായി ഒരു ഒത്തുചേരലിലൂടെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുമായി ചില ഭാവി പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുകയും ഇനിയെങ്കിലും ഒരു ജീവിതം തിരിച്ചു പിടിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. യൂണിവേഴ്സ് അതിന് മെസ്സേജായി പറയുന്നത്, അമിതമായി ദുഃഖിച്ചിരിക്കാതെ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് താങ്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നോക്കി അതിന് മുൻഗണന കൊടുത്ത് അനാവശ്യമായ കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും ആവശ്യമെങ്കിൽ സഹായം ചോദിക്കാനും മടി കാണിക്കാതിരിക്കുക. എല്ലാം ഒറ്റയ്ക്ക് കൊണ്ടുപോകാതെ, അതായത് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അറിയുന്നവരുടെ അടുത്തു നിന്നും അഭിപ്രായം തേടുകയും അവരിൽ നിന്ന് വേണ്ട സഹായം സ്വീകരിക്കുകയും ചെയ്യുക. ഇതുവരെ താങ്കൾ നടന്നിരുന്ന അല്ലെങ്കിൽ പിന്നിട്ടിരുന്ന പാതയിൽ അല്പം വ്യത്യാസങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും താങ്കൾ ആഗ്രഹിച്ചതുപോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് താങ്കൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.